അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ യാ ഹയ്യു യാ ഖയ്യൂം. നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി ചോദിച്ചു. ഇല്ല. ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ഇമാം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. ഇല്ല. നിരീശ്വരവാദി പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിരീശ്വരവാദി ഇളിമ്പനായി. നമുക്ക് റൂഹുണ്ട്, പക്ഷേ കാണാനും കേൾക്കാനും തൊടാനും കഴിയുന്നില്ല. റൂഹ് പോകുമ്പോൾ നാം മരിക്കുന്നു. കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. അടയാളങ്ങൾ കൊണ്ടാണ് അവയെ നാം അറിയുന്നത്. വിവേകത്തോടെയുള്ള പെരുമാറ്റം ബുദ്ധിയുണ്ടെന്നതിനുള്ള തെളിവാണ്. ചലനം റൂഹുണ്ടെന്നറിയിക്കുന്നു. ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ്. ഏതെങ്കിലും ഒരു വസ്തു സ്വയം ഉണ്ടായതായി കാണാൻ കഴിയുമോ? ഇല്ല. കാരണം ഒരു പുൽച്ചെടിയോ മണൽത്തരിയോ പോലും ഇതുവരെ സ്വയം ഉണ്ടായിട്ടില്ല. ആകാശഭൂമികൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ ഇവയെല്ലാം സൃഷ്ടാവില്ലാതെ ഉണ്ടാകുമോ? ഇല്ല. ഇവയെല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ അല്ലാഹു തആലയാണ്. ഉസ്താദ് പറഞ്ഞു നിർത്തി. അത് പറഞ്ഞത് ആരാണ്? ഹാമിദ് ചോദിച്ചു. 1,24,000 പ്രവാചകന്മാർ. അവർ കളവ് പറയാത്തവരും വഞ്ചിക്കാത്തവരുമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയാണ്. അവിടുന്ന് അൽ അമീനാണെന്ന് മുശ്രിക്കുകളടക്കം സമ്മതിച്ചതാണ്. നിരവധി അത്ഭുതങ്ങൾ അവരിൽ നിന്ന് പ്രകടമായി. ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു, മൃഗങ്ങൾ നശിച്ചിരിക്കുന്നു, ജീവിതമാർഗങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. പെരും മഴ വർഷിക്കാൻ തുടങ്ങി. 6 ദിവസം സൂര്യനെപ്പോലും കണ്ടില്ല. അടുത്ത ദിവസം ഒരാൾ വന്നു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. മഴ നിർത്താൻ അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞു. ഇപ്രകാരം വ്യക്തവും വ്യത്യസ്തവുമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു തആലയെ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. ഈമാനിന് നിരവധി ശാഖകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഈമാൻ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിലേറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. അഫ്ളലുൽ ഈമാനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. നഖറഉ വനഫഹം, വായിച്ചു മനസ്സിലാക്കാം. ഹലക, നശിച്ചു. സുബുലുൻ, വഴികൾ. മുഅ്മിൻ, സത്യവിശ്വാസി. ഗാലക്സികൾ, നക്ഷത്ര സമൂഹം. മുശ്രിക്കുൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ. ശുഅബത്തുൻ, ശാഖ. ഇളിമ്പൻ, വെഡ്ഡി. ഗൈസ്, മഴ. വിവേകം, തിരിച്ചറിവ്. ദൃഷ്ടാന്തം, തെളിവ്. നക്തുബുൽ മുനാദറ, സംവാദം എഴുതാനാണ്. അതായത് ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും നിരീശ്വരവാദിയും തമ്മിലുള്ള സംഭാഷണം. ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും നിരീശ്വരവാദിയും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണം എഴുതാനാണ് പറഞ്ഞത്. തുടക്കത്തിലുള്ള പാഠത്തിന്റെ തുടക്കത്തിലുള്ള. രണ്ടാമത്തെ വർക്ക്. മൂന്നാമത്തെ വർക്ക് നുജീബു.
ഉത്തരമെഴുതാം. 1. നമുക്ക് റൂഹുണ്ട്, നാം അതിനെ മനസ്സിലാക്കുന്നതെങ്ങനെ? ചലനം കൊണ്ട്. 2. കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. 3 എഴുതുക. ബുദ്ധി, റൂഹ്, കാറ്റ്. 3. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ്? സർവശക്തനായ അള്ളാഹു. 4. അള്ളാഹു തആല ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? ഈ ലോകം. 5. ഈമാൻ എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. 6. മുഅ്മിൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അതനുസരിച്ച് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. 7. ഈമാനിന്റെ ശാഖകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കുക. മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു, മൃഗങ്ങൾ നശിച്ചിരിക്കുന്നു, ജീവിതമാർഗങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ മഴയ്ക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. പെരും മഴ വർഷിക്കാൻ തുടങ്ങി. 6 ദിവസം സൂര്യനെ പോലും കണ്ടില്ല. അടുത്ത ദിവസം ഒരാൾ വന്നു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു, മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. ഇതാണ് ആ സന്ദർഭം. ഈമാൻ 70-ൽ പരം ശാഖകളുണ്ട്. 2 പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവ കൂടാതെ 5 എഴുതുക. 1 ശുദ്ധി, 2 ക്ഷമ, 3 ലജ്ജ, 4 പാവങ്ങളെ സഹായിക്കുക, 5 സകാത്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.